ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ അദ്ദേഹം ഇത് നേട്ടമല്ലല്ലോ എന്ന ചോദ്യത്തിന് തിരിച്ചടിയല്ലല്ലോ എന്നാണ് BJP പ്രതിനിധി പറഞ്ഞൊരു കാര്യം. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കോടതിക്ക് ആശങ്ക തോന്നിയ ചില ഘടകങ്ങളുണ്ട്, സർക്കാരിന് പ്രവർത്തിക്കാൻ ആ കാര്യങ്ങളിൽ കഴിയില്ല, തൽസ്ഥിതി തുടരേണ്ടതായി വരും, കോടതിക്ക് മുമ്പാകെ ഇനിയും ഒരാഴ്ച അത് കഴിയുമ്പോഴേക്ക് മാത്രമല്ല ചട്ടമൊക്കെ രൂപപ്പെടുത്താനുണ്ട്, സർക്കാരിന് തന്നെ അതിന് 3 ആഴ്ച വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കാലം എന്നൊന്നും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലൊരു ആശങ്ക കോടതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് BJP പ്രതിനിധി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് എന്നാൽ അപ്പുറത്ത് നോക്കൂ, വളരെ സുപ്രധാനമായ വിഷയത്തിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടുമില്ല, എന്നാൽ സ്റ്റേക്ക് സമാനമായി ഇടപെടലുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട്? സ്റ്റേ ഇല്ല, പക്ഷേ സ്റ്റേക്ക് സമാനമാണോ കോടതിയുടെ ഇടപെടൽ? മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. ഒന്ന്, പൗരത്വ ഭേദഗതി നിയമം. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമാണ് പൗരത്വത്തിൽ മതം കലർത്തുന്നത്. ആ വിഷയം ഇതുവരെ നമ്മുടെ സുപ്രീം കോടതി കേൾക്കാൻ തയ്യാറായിട്ടില്ല. 2, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന വിഷയം, അതിൻ്റെ സ്റ്റേറ്റ്ഹുഡ് ഇല്ലാതാക്കിയ വിഷയം. സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല, അത് കൈകാര്യം ചെയ്ത രീതി ഒരു തരത്തിലും ഒരു നീതീകരിക്കത്തക്ക രീതിയിലായിരുന്നില്ല. 3, ഇലക്ട്രൽ ബോണ്ട്. അത് സ്റ്റേ നൽകാൻ കോടതി തയ്യാറായില്ല. പക്ഷേ പിന്നീട് അന്തിമ വിധി വന്നപ്പോൾ എന്താ നമ്മൾ കണ്ടു. ഇവിടെ ഒറ്റ വായനയിൽ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന മൂലക്കല്ലുകളെ ഇളക്കുന്നതാണ് ഈ നിയമമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കാനായി എന്ന് ഇന്നലെ തന്നെ കോടതിയോട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്താണ് ഇന്ന് ഗവൺമെൻറ് എടുത്ത നിലപാട്? ഞങ്ങളുടെ മാനം കളയുന്ന വിധം സ്റ്റേ കൊടുക്കരുത്, ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നൊരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്തു. എന്താണ് അണ്ടർടേക്കിങ്? എന്തൊക്കെയാണോ ഈ വഖഫുമായി ബന്ധപ്പെട്ട് RSS വളരെ വളരെ വേഗത്തിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിച്ചത് അതൊക്കെ തടയിടപ്പെട്ടു. ഒന്ന്, ഭൂമിയുടെ തൽസ്ഥിതി തുടരണം. ഏതെങ്കിലും ഒരു ഭൂമിയെ വഖഫ് ഭൂമി അല്ല എന്ന് ഡീനോട്ടിഫൈ ചെയ്യാൻ ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കത്തില്ല. അത് വിജയമെന്നാണോ പരാജയമെന്നാണോ BJP വിചാരിക്കുന്നത്? അല്ല, 3 ആഴ്ച കഴിഞ്ഞ് ഈ കാര്യം നടപ്പാക്കാമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? 3 ആഴ്ച കഴിഞ്ഞ് ഇത് മാറ്റം വരുത്താൻ കഴിയും എന്ന് സുപ്രീം കോടതി ഇവരോട് പറഞ്ഞോ? അങ്ങനെ ഒരു പ്രൈമ ഫേസി കേസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കോടതി ഇങ്ങനൊരു കാര്യം പരാമർശിക്കപ്പെടുമോ? കോടതി ചോദിച്ചു, നിലവിലുള്ള വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായ ആരെങ്കിലും ഇനി ഉണ്ടാകാൻ ഈ സ്റ്റേ നിലനിൽക്കുന്നിടത്തോളം സാധ്യമല്ല. അത് ഗവൺമെൻറ് അങ്ങോട്ട് എഴുതി കൊടുത്താണ്. കാരണം എന്താണ്? സുപ്രീം കോടതിയിൽ ചോദിച്ചു, ഹിന്ദുക്കളായ ആളുകളുടെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരുണ്ടോ? അങ്ങനെ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് എഴുതി കൊടുത്തു, തൽക്കാലം മുസ്ലിങ്ങൾ മാത്രമേ വഖഫ് ബോർഡിലുണ്ടാവൂ. ഇത് ഗവൺമെൻറ് എഴുതി കൊടുത്താണ്. എഴുതി കൊടുത്തില്ലേ സ്റ്റേ കിട്ടിയേനെ. അപ്പോൾ അടി കിട്ടാതിരിക്കാൻ, അയ്യോ തല്ലൊന്നും വേണ്ട, എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിലവിലുള്ള ഏതെങ്കിലും ഭൂമി വഖഫ് അല്ലാതാകാൻ പാടില്ല, കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞു, പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണോ പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തത്, ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രപതിക്കുണ്ടായില്ല? ജഗദീപ് ധൻഖർ പറയുന്നു, രാഷ്ട്രപതിക്ക് ഒരു നിയമം ഒപ്പിടുന്നതിന് സമയവ്യവസ്ഥ വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാർലമെൻറ്റിൻ്റെ നിയമം പാസ്സാക്കിയപ്പോൾ എന്തുകൊണ്ട് സുപ്രീം കോടതി ഉപയോഗിച്ച ചോദ്യങ്ങൾ, ഉന്നയിച്ച ചോദ്യങ്ങൾ, ഇവിടെ വന്ന വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് തോന്നിയില്ല? അത് തോന്നാനാണ് രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതെങ്കിൽ അക്കാര്യങ്ങൾ രാഷ്ട്രപതി പാർലമെൻറ്റിന് തിരിച്ചയക്കും 100 ചോദ്യമായിട്ട്. ഈ ചോദ്യങ്ങളുടെ രാഷ്ട്രപതി ഈ ചോദ്യങ്ങളോട് പാർലമെൻറ്റിന് തിരിച്ചയക്കേണ്ടതായിരുന്നു. രാഷ്ട്രപതി തിരിച്ചയച്ചില്ല, അപ്പം തന്നെ ഒപ്പിട്ടു. അതേസമയം കേരളമടക്കവും തയ്യാറാക്കിയ നിയമങ്ങളിൽ ഇത് 4 കൊല്ലമായിട്ട് ഒപ്പിടാതെ ബാക്കി നിൽക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട തമാശ ഉണ്ടായി. തമാശ എന്താണെന്ന് വെച്ചാൽ, പ്രിൻഡു മഹാദേവ് പറഞ്ഞൊരു വാചകം, സർവ്വ ഗ്രാമാന്തരങ്ങളിലേക്കും വഖഫ് ഇങ്ങനെ കടന്നു കയറും. അത് BJPയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കള്ളമല്ലേ? ഒരു വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭൂമി വഖഫാകാൻ പറ്റൂ. മുസ്ലിം അല്ലാത്തൊരാൾക്കാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേർഡ് പ്രമാണം ഉണ്ടാക്കി വേണമെങ്കിൽ എത്തിങ്കാനയ്ക്ക് കൊടുക്കാം. അപ്പം മുസ്ലിം അല്ലാത്തൊരാൾ
എൻ്റെ ഭൂമി വക്കഫ് ഭൂമി അല്ലാതെ വക്കഫ് ഭൂമി ആകുമെന്ന് പേടിക്കണ്ട. കാരണം എന്താണ്? ആരുടെയെങ്കിലും ഭൂമി വക്കഫ് ഭൂമി ആവത്തില്ല, ആധാരം വേണം. അവിടെയാണ് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? 1000 കൊല്ലം പഴക്കമുള്ള ഒരു ആരാധനാലയത്തിന് പ്രമാണം കാണുമോ? കേരളത്തിലെ വിസ്തൃതമായ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇരിക്കുന്ന ഇടങ്ങൾ, ഈ ഇടങ്ങൾക്ക് ആധാരം ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റുമോ? രാജാക്കന്മാർ ചെമ്പോലയിലും ഒക്കെ എഴുതിയ പല നീട്ടുകളുണ്ട്, അത് പലതും ചെതലടിച്ചു പോയി, കാണുന്നേ ഇല്ല. അവിടെ അമ്പലം ഇരിക്കുന്നു. നാളെ ആരെങ്കിലും അവിടെ വന്നിട്ട് ആധാരം ചോദിച്ചാലോ? അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ വാക്കാൽ ഒക്കെ കൊടുത്തിട്ടുള്ള കുറേയേറെ സ്ഥലങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കയ്യേറാൻ വേണ്ടി ഉണ്ടായ യോഗി ആദിത്യനാഥ് നടപ്പാക്കിയുള്ള പരിപാടികളുണ്ടല്ലോ, ആ പരിപാടി ഇന്ത്യ മുഴുവൻ, യു പിയിലെ രാജവാഴ്ച, യു പിയിലെ നീതിരഹിതമായ ഗുണ്ടാവാഴ്ച, ബുൾഡോസർ വാഴ്ച ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ് പരാജയപ്പെട്ടത്. ഇന്ന് പെസഹയുടെ ദിവസം കൂടിയാണ്. ഒരു കാര്യം കൂടെ പറയാൻ എന്നെ അനുവദിക്കണം. എന്താണത്? പെസഹയുടെ എന്താണ് ഒരു ചുംബനമുണ്ടായത്? യേശുദേവനെ ചുംബിച്ചു. യേശുദേവനെ ചുംബിക്കുന്നൊരു ദിവസത്തിൽ എന്തിനാണ് യേശുദേവനെ ചുംബിച്ചത്? ഒറ്റുകൊടുക്കാനുള്ള അടയാളമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടും ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഒറ്റുകൊടുക്കാൻ തയ്യാറായവരുണ്ട്, യൂദാസുകളുണ്ട്. ഈ പെസഹ ദിനത്തെങ്കിലും യൂദാസുകൾ പുനർവിചിന്തനം നടത്തണം. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കാസ പോലുള്ള സംഘടനകൾ പുനർവിചിന്തനം നടത്തണം. യേശുദേവനെ ഒറ്റുകൊടുത്തതുപോലെ ഒരു മതവിശ്വാസത്തെ ഒറ്റുകൊടുക്കുക, ദൈവവിശ്വാസത്തെ ഒറ്റുകൊടുക്കുക എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പെസഹ ദിനത്തിൽ വിശുദ്ധിയോടുകൂടി പാപമോചനമുണ്ടാകാൻ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച 1000 ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാസാപൂറുള്ള സംഘടനകൾക്ക് മനസ്സിലായില്ല? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ ഫിലിപ്പും തിമോത്തിയും എന്ന 2 കുഞ്ഞുങ്ങൾക്കൊപ്പം വധിച്ച കുറ്റവാളിയെ ജയിലിൽ നിന്നും BJPയുടെ ഗവൺമെൻറ് തുറന്നുവിട്ട ദിവസമായത്. ഒരു സംഭവത്തെ മാത്രമല്ല, തുടർച്ചയായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. ഇവിടെയാണ് മനസ്സിലാകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അജണ്ട. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. CPM മോദി ഗവൺമെൻറ് ഫാസിസ്റ്റ് ആയോ, ക്ലാസിക്കൽ ഫാസിസമാണോ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ CPM എന്നതിൻ്റെ അപ്പുറം കൂടി ഗോവിന്ദൻ മാഷ് വ്യക്തമായി പറഞ്ഞു. എന്താണ് വ്യക്തം പറഞ്ഞത്? രാജ്യമെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലാണ്. അതിൻ്റെ ഭാഗമാണ്, ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജുഡീഷ്യറി. അവർ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ രാജ്യത്തിനകത്ത് പോരാട്ടത്തിൻ്റെ ഭാഗമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് സമരം ചെയ്യാനും മുന്നോട്ട് പോകാനും വഴികളുണ്ട്. അതുകൊണ്ട് നവഫാസിസത്തിൻ്റെ വിഷപ്പല്ല് പറിക്കുന്ന പ്രവർത്തനത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഫലപ്രദമായ ഒരു കവചമായി മാറി. കർണൻ്റെ കവചം പോലെ സുപ്രീം കോടതിയുടെ കവചത്തെക്കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ പൊള്ളട്ടെ.